ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ സലാല വ്ളോഗിലെ 4ാമത്തെ ദിവസമാണ്. ബാക്കിയുള്ള ദിവസങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ചധികം സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വ്ളോഗിലേക്ക് കടന്നിട്ട് കണ്ടാലോ. ഭയങ്കര കുരുത്തക്കേടാണ്, ഭയങ്കര കുരുത്തക്കേട്. മനുഷ്യനെ അടിച്ച് പറിച്ച് പിച്ചി നുള്ളി. ഞാൻ വിചാരിച്ചൊന്ന് ഇറക്കി വിട്ടാലോ. അങ്ങനെ കാശ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സ്ഥലങ്ങൾ സലാലയിലോ ഈ ഒരു ഏരിയയിലുള്ള ഇത്രയും സ്പോട്ടുകളാണ്. ഈ കാണുന്ന 7 സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടത് 4 സ്ഥലം മാത്രമാണ്. കുറച്ചും കൂടെ രാവിലെ ഇറങ്ങുവാണെങ്കിൽ ഈ കാണുന്ന എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ സാധിക്കും. ഇവിടെ കേറ്റത്തിലാണോ? സ്ഥലം എത്തിയില്ല. അവിടെ എഴുതിയിട്ടുണ്ട് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി. സ്ഥലത്തി ഇതാണോ അത്? മല കയറുന്നത്. ബാക്കിലോട്ട് പോകുന്ന കേട്ടാ. സിയനെ ബാക്കിലോട്ട് പോകുന്നോക്ക്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി ആണ്. സലാല വരുന്നവർ ഈ ഒരു പോയിന്റ് മിസ് ചെയ്യാതെ എക്സ്പീരിയൻസ് ചെയ്യണം. അടിപൊളിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വണ്ടി റിവേഴ്സിൽ പോകുന്നത് നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്യാം. അതിപ്പോ ഗിയർ ന്യൂട്രലാണ്, റിവേഴ്സിൽ മീൻസ് അങ്ങോട്ടാണ് കയറ്റം. ലൊക്കേഷൻ ഓഫ് ഗ്രാവിറ്റി ലൊക്കേഷനിൽ എത്തിയിട്ട് വണ്ടി ന്യൂട്രലിൽ ഇട്ടാൽ മതി. ഒരു ചെറിയൊരു മൂവ് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളൊന്നും ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു ഏറ്റമാണ്. ആ ഏറ്റത്ത് ഒരിക്കലും ന്യൂട്രൽ ഇട്ടിട്ട് വണ്ടി പോവില്ല. നമുക്കൊരു എന്തോ ആ ഒരു ഗ്രാവിറ്റി പവർ ആണെന്ന് തോന്നുന്നു, അറിയുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി മൂവ് ആവണം ന്യൂട്രൽ ഇട്ടാൽ. ഓക്കെയാണ്. കൈ മാറ്റിക്കാം. ആദ്യമായിട്ടല്ലേ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യുന്നേ അല്ലേ? 10-15 സ്പീഡിൽ വണ്ടി പോവാം. 10-15 സ്പീഡിൽ വണ്ടി പോവാം. എന്താ ആ ലൊക്കേഷൻ ഇത് ഇവരെങ്ങനെ കണ്ടുപിടിച്ചു അറിയത്തില്ല. വല്ല ഇപ്പോഴും മാറിയില്ല, കേറിക്കൊണ്ടിരിക്കുകയാണ്. കേറ്റാണ് കേറുന്നത്. ബസ് എങ്ങനെ പോന്നു? അതുപോലെ നമ്മൾ തിരിച്ചാണ് ഇട്ടെങ്കിൽ ഇത് റിവേഴ്സിൽ കയറും അല്ലേ സാ? ഇത് നമ്മൾ തിരിച്ചാണ് ഇട്ടെങ്കിൽ ഇത് റിവേഴ്സിൽ കയറും. വെള്ളേക്ക് അങ്ങ് റിവേഴ്സിൽ വരുവാണ്. അത് ഞാൻ ആഡ് ചെയ്യാം. സ്റ്റിൽ വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ആര് ഇറക്കത്തുനിന്ന് സുരാറ് കയറ്റം കയറി നോക്ക്. അതേ കയറ്റത്തുനിന്ന് വണ്ടി സ്റ്റിൽ ന്യൂട്രലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയറ്റമാണത്. ഇത് കണ്ടാ മനസ്സിലാവും കയറ്റമാണ് നമ്മൾ കയറുന്നത്. കാണിക്കാം കേട്ടോ. നമ്മള് ഒന്ന് ജനൽ കുറച്ച് വെച്ചാ ജനൽ താത്തിയെ. നമ്മൾ കണ്ട ആ കയറ്റത്തിൽ നിന്നാണ് കേറുന്നത് ന്യൂട്രലില്. ഇപ്പോഴും പൊക്കോണ്ടിരിക്ക അല്ലേ ചാ? ന്യൂട്രലിൽ പോയിക്കൊണ്ടിരിക്കുക. ബാക്കി വണ്ടി ഇപ്പോഴും പോകുന്നുണ്ട് അച്ഛാ. ന്യൂട്രലിൽ വണ്ടി പോവാ. ഇതൊക്കെ കഴിഞ്ഞല്ലോ, വളവൊക്കെ കഴിഞ്ഞല്ലോ. 20-40 രണ്ട് കാല് വേണമെങ്കിലും പൊക്കെ കാണിക്കാം. കൈയെല്ലാം പൊക്കെ. ഓ ഭയങ്കര ആക്ടിങ്, ഭയങ്കര ആക്ടിങ്. ഓ ഭയങ്കര ആക്ടിങ്, ഭയങ്കര ആക്ടിങ്. മോഹൻലാല് കാണിച്ചത് ഞാനേ. അതിയാനെ മോഹൻലാൽ കാണിച്ചേ. ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പോഴും പോകുന്നല്ല, ന്യൂട്രൽ കിടക്കുക വണ്ടി. സ്റ്റിൽ വണ്ടി സ്പീഡ് കൂടുന്നു. 60 വരെ പോകുന്നു. കാറ്റ് പുഷ് ചെയ്ത് വിടുവാടി ഗ്രാവിറ്റി. 60 പോകുന്നു വണ്ടി ന്യൂട്രലിട്ടിട്ട്. പോന്ന പോക്കും എന്ത് സ്പീഡിലാ പോകുന്നത് നോക്ക്. ഇറക്കത്ത് നമ്മളെ സ്പീഡ് തള്ളിയും കൂടെ വണ്ടി നോക്ക്. അച്ഛാ നമ്മളെ കൊണ്ടങ്ങ് പോവാ.
പെട്രോൾ ആവശ്യം. കാറ്റടിച്ചോണ്ട് ഇപ്പോഴും പോകുന്നുണ്ട്. ഇപ്പൊ 80-ലായി. ഇറക്കമുണ്ട്, കാറ്റുമുണ്ട്. ആക്ച്വലി ഉണ്ടല്ലോ, ഇതൊരു റിയൽ ഗ്രാവിറ്റി ചേഞ്ച് അല്ല. നമ്മുടെ ബ്രെയിൻ നമ്മളെ ട്രിക്ക് ചെയ്യുന്നതാണ് സറൗണ്ടിങ്ങിലുള്ള ലാൻഡ് സ്ലോപ്പും ഹൊറിസോണും ട്രീസ് ഒക്കെ കാരണം. നമ്മൾ ഡൗൺ ഹിൽ എന്ന് കരുതുന്നത് ആക്ച്വലി സ്ലൈറ്റ്ലി അപ്പ് ഹിൽ. അതുകൊണ്ടാണ് കാർ ന്യൂട്രലി വെച്ചപ്പോൾ മേലിലോട്ട് പോകുന്ന പോലെ നമുക്ക് തോന്നിയത്. ഇതൊരു നല്ല ബിസി ഹൈവേ ആണ്. ഞങ്ങൾ സെപ്റ്റംബറിൽ പോയത് കൊണ്ടാണ് അത്ര വണ്ടികളൊന്നും കാണാത്തത്. അപ്പൊ അവിടെ പോകുന്നവരെ ഹസാർഡ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഇതൊക്കെ ട്രൈ ചെയ്യുക. നൈറ്റിൽ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഗ്രാവിറ്റി ലൊക്കേഷനിൽ നിന്ന് കുറച്ച് മേലിലോട്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഇതുപോലെ ഒരു പാർക്ക് കാണാൻ സാധിക്കും. ഓരോ സ്ഥലങ്ങളിൽ നിന്ന് പാക്കേജ് എടുത്ത് ബസ്സിൽ ഗ്രൂപ്പായിട്ട് കറങ്ങാൻ വരുന്നവരുണ്ടല്ലോ, അവരൊക്കെ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുന്ന ഒരു സ്പോട്ടാണ് ഇത്. ഈ ഒരു പാർക്കിന്റെ ബാക്കിൽ ഒരു അടിപൊളി ബീച്ച് ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. സലാലയിലെ ഫേമസ് ആയിട്ടുള്ള നെക്സ്റ്റ് ലൊക്കേഷൻ ദർബാത്ത് വാട്ടർഫോളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു പാർക്കും ഗ്രാവിറ്റി ലൊക്കേഷനും ഒക്കെ വരുന്നത്. ഈ ഒരു പാർക്കിന്റെ ബാക്കിലായിട്ട് അടിപൊളി ബീച്ച് ഉണ്ട് കേട്ടോ. പോകുന്നവർ എന്തായാലും മിസ് ചെയ്യാതെ കാണണം. പതുക്കെ അതിലും പതുക്കെ. ഈ ഒരു സ്ഥലം ഭയങ്കര ഭംഗിയല്ല കാണാൻ. എല്ലാ സൈഡിലും വെള്ളത്തിന് വെള്ളം, മഴയ്ക്ക് മഴ, നല്ല കടല്. അതും വെറും കടലല്ല, ഈ കടലൊക്കെ കണ്ടു. നല്ല ഭംഗിയാണ് കടലൊക്കെ കാണാൻ. മല, പാറ, ദൈവം അനുഗ്രഹിച്ചങ്ങ് കൊടുത്തേക്കുവാ ഇവരെ. ഭയങ്കര കാറ്റാണ് ഗൈസ്. നമ്മള് ഗ്രാവിറ്റി ഹില്ല് കാണാൻ വന്നതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബീച്ച് ഉണ്ട് കേട്ടോ. ഹിഡൻ ബീച്ചാണ്. നമ്മൾ ഈ വരുന്ന വഴിക്ക് തന്നെയാണ്. ഇവിടെ പാർക്കുണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട്. അടിപൊളി ഒരു മനോഹരമായ ബീച്ചാണ്. അത് കാണിച്ചു കൊടുക്കട്ടാ. ഇവിടുത്തെ ബീച്ചുകളെല്ലാം ഭയങ്കര ദേശക്കാരാണ് കേട്ടാ. ഭയങ്കര ദേശത്തിലാണ് എല്ലാ ബീച്ചുകളും. ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഒരു വേറെ ഒരു കളറാണ് ഇവിടുത്തെ വെള്ളത്തിന്. ഭയങ്കര കുട്ടക്കേടാണ് ഗൈസ്. ഉള്ളി മാന്തി. ചേച്ചി കണ്ടോന്ന്, കിളിയെ കണ്ടോന്ന്. സിയാനെ, ഇങ്ങനെ ഒരു ബീച്ച് കണ്ടിട്ടുണ്ടോ? നല്ല ഭംഗിയുണ്ടല്ലേ? ആ തിരമല. നമുക്ക് ഇവിടുത്തെ ഒരു ബീച്ചിലും കുളിക്കാൻ പറ്റില്ല, അത്ര തിരമലയാണ്. കണ്ടോ, ഇതെല്ലാം കൊതുക് കടിച്ചതാ. ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. എന്താണ് പ്രശ്നം? ബീച്ച് കണ്ടോ? ബീച്ച് കണ്ടോ? ചേച്ചിനെ ബീച്ച് കണ്ടാ? വെള്ളം എന്ത് കണ്ടു? ഞങ്ങൾക്ക് ഒറ്റ വാക്കേ അറിയില്ല, അമ്മ. എല്ലാരും അമ്മയാണ് ഞങ്ങക്ക്. സീകൾ. ഓ, കാറ്റടിച്ച് നീ മിക്കാറും പറന്നു പോകും. ഞാൻ ഇവിടെ ഏത് സ്ഥലത്തിൽ പോയാലും ഞാൻ അവിടെ കുത്തി വീഴും, മറിഞ്ഞു വീഴും. അങ്ങനെ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് മല കയറി സലാലയിലെ ഫേമസ് ആയിട്ടുള്ള ദർബത്ത് വാട്ടർഫോൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നമ്മൾ മല കയറി തുടങ്ങുമ്പോഴേ അവിടുത്തെ കാലാവസ്ഥയൊക്കെ ചേഞ്ച് ആയി തുടങ്ങും കേട്ടോ. ഫുള്ള് ഫോഗായിട്ട് മഴയും അടിപൊളി കാലാവസ്ഥയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ വാടി ദർബത്ത് വാട്ടർഫോളിന്റെ അവിടെ എത്തി. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ വാട്ടർഫോൾ കാണാൻ സാധിച്ചില്ല. ഞങ്ങൾ പോയപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞങ്ങൾ സെപ്റ്റംബർ ടൈമിലാണ് പോയത്. ആ ഒരു ടൈമിൽ ചെറുതായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ, സലാലയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള വാട്ടർഫോൾ ആണ്. കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട്. ഞാൻ എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു വാട്ടർഫോൾ കണ്ടിട്ടില്ല. ഫോട്ടോസും വീഡിയോസ് ഒക്കെ കണ്ട് കൊതിച്ചാണ് വന്നത് കാണാൻ വേണ്ടി. അതുമാത്രമല്ല, ഇതൊരു മൾട്ടി ലെയർ വാട്ടർഫോൾ ആണ്. ഫ്ലോ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗി. ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കേണ്ട സമയമാണ്. ബോട്ടിങ്ങും സ്ലിപ്പ് ലൈനും അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ടൈം ആയിരുന്നു. ഇതിപ്പോ ഒരുമാതിരി വെള്ളമില്ലാത്ത പച്ച മരുഭൂമി പോലെയായി. ഞങ്ങൾ പോയ എല്ലാ വാട്ടർഫോളിലും വെള്ളമുണ്ട്, പക്ഷെ ഈ ഒരു വാട്ടർഫോളിൽ മാത്രം വെള്ളം ഇല്ലാത്തപ്പോൾ ഞങ്ങൾ അവിടെ ഉള്ളവരോട് അന്വേഷിച്ചു കേട്ടോ, എന്തുകൊണ്ടാണ് ഇവിടെ മാത്രം വെള്ളമില്ലാന്ന്. അപ്പൊ അവർ പറഞ്ഞ കാര്യം, ഈ ഒരു വാട്ടർഫോൾ ഉണ്ടല്ലോ ഒരു ഡാം സിസ്റ്റം പോലെയാണ്. ഈ ഒരു വാട്ടർഫോളിന്റെ തൊട്ടടുത്തായിട്ട് കുറെ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന ഏരിയാസ് ഉണ്ട്. നിങ്ങൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും.
ഐ ലവ് വാടി ദർബത്ത് എന്ന് പറഞ്ഞ സ്വിംഗ് ഒക്കെ ഉള്ള ഒരു സ്ഥലം. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ബോട്ടിങ്, ഹോഴ്സ് റൈഡിങ്, സിപ്പ് ലൈന്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ കാശ് നമ്മൾ അവിടെ എത്തി. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, വണ്ടിയിലൊക്കെ അഴുക്ക്. UAE-ലായിരുന്നെങ്കിൽ ഒരു 500 ദർഹംസ് ഫൈന് കിട്ടിയേനെ. ചില വണ്ടികളുടെയൊക്കെ നമ്പർ പ്ലേറ്റ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഡേ സലാലയിൽ എത്തിയപ്പോൾ ഉണ്ടല്ലോ, ഇതുപോലെ വണ്ടികൾ കണ്ടിട്ട് ചിരിച്ചു കേട്ടോ. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വണ്ടി ഇതേ അവസ്ഥയായി. നമ്മൾ അവിടെയൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. ഫൈനൊന്നും കിട്ടില്ല, നാട്ടിൽ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഡ്രൈവ് ചെയ്യാന്നൊക്കെ വിചാരിക്കും, പക്ഷെ ഫൈൻ കിട്ടും. ഞങ്ങൾക്കും കിട്ടി ഗൈസ് ഒരു ഫൈൻ. ഒമാനിൽ പോയി ഞങ്ങൾ ഫൈൻ മേടിച്ചോണ്ട് വന്നു. ചവിട്ടുമ്പോ ഭയങ്കര അത് മെല്ലെ മെല്ലെ മെതു പോത്തേ. ഇതാകുമ്പോ സീനത്ത് ഓട്ടിക്കാമോ? ഈ ടൈപ്പിന് എത്ര വെച്ചാ? അച്ചാച്ചൻ അവിടെ ഭയങ്കര ഡിസ്കഷനിലാണ് എങ്ങനെയാണ് ഇതൊക്കെ ഡ്രൈവ് ചെയ്യേണ്ടെന്നൊക്കെ. അത്ര വലിയ റേറ്റ് ഒന്നും അല്ല കേട്ടോ. പിന്നെ ഈ ഒരു ലൊക്കേഷൻ വേണ്ടവർ ഗൂഗിളിൽ കയറി ദർബത്ത് പാർക്ക് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി. ആദ്യമായിട്ടാട്ടോ ബോട്ടിൽ കയറുന്നേ. എവിടെ പോവാ എല്ലാരും? സേവന ഇപ്പുറത്തിരിക്കടാ. എടാ വണ്ടി ഓട്ടിക്കുന്നവർ ഓട്ടിക്കാനുള്ളതാണ്. उनके लिए नहीं है, उनके लिए माँ बाप होते हैं। मम्मा इज हियर. दोनों का मुश्किल है। ऐसा वेब क्या डाउन? अब टाइम चेक लीजिए आप। ये देखो 3:38 हुआ। अब 3 बजे आ जाने 20 मिनट, ठीक है। अब नीचे दबाएगा और बैग में जाएगा, ऊपर उठाएगा सामने तरफ आएगा। अभी नीचे दबा। എത്ര മിനിറ്റത്തേക്ക് അച്ഛാ? 20 മിനിറ്റ്. ഓടിച്ചു ഓടിച്ചോളാന്ന്. അവനെ വിടാൻ, അവ ഓടിച്ചോളാന്ന്. നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഒരു വാട്ടർഫോളിൽ പോയില്ലേ, വെള്ളം ഇല്ലാത്ത ഒരു വാട്ടർഫോൾ, വാടി ദർബത്ത് വാട്ടർഫോൾ. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇതൊരു ഡാം സിസ്റ്റം ആണെന്ന്. ഇവിടെ ഈ കാണുന്ന വെള്ളം തന്നെയാണ് അങ്ങോട്ട് ഒഴുകി എത്തുന്നത്. സലാലയിൽ മഴ കുറയുമ്പോൾ അവർ ഇവിടെ കൊണ്ട് അടയ്ക്കും കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു വാട്ടർഫോളിൽ വെള്ളം ഇല്ലാത്തത്. അങ്ങനെ ഗൈസ് ഇവിടെ ഒരുപാട് ടൈപ്പ് ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. ഡ്രൈവർ ആയിട്ടൊക്കെയുള്ള ബോട്ട് ഉണ്ട്. ഞങ്ങൾ സെൽഫ് ഡ്രൈവ് ആണ് എടുത്തത്. സിയ ചെറുതായിട്ട് ഉടക്കി നിൽക്കുവാണ്. അവൾക്ക് ഓടിക്കണമെന്ന് പറഞ്ഞ്. കുട്ടികൾ ഓടിക്കുന്നത് കുറച്ച് ഡേഞ്ചർ ആണ്, കൺട്രോൾ കിട്ടില്ല. എന്നാലും കുറച്ച് സമയമൊക്കെ കൊടുത്തു കേട്ടോ. ഫുൾ ടൈം ഒക്കെ ഓടിക്കണമെന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അവിടുത്തെ ആ സീനറി ഉണ്ടല്ലോ, പറയാൻ വാക്കുകളില്ല. ഞാൻ വല്ലാതെ എൻജോയ് ചെയ്തായിരുന്നു കേട്ടോ. ആ ഫോഗും ആ മലയും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബോട്ടിംഗ് കഴിഞ്ഞ് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഹോഴ്സിലും കൂടെ കയറി. അവിടെ സിപ്പ് ലൈൻ ഒന്നും കണ്ടില്ല കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു കേട്ടാ. എന്ത് രസമായിരുന്നറിയോ. ഹാപ്പി ജേർണി. വേണ്ട വേണ്ട വേണ്ട. वापस लेके आए ना, थोड़ा इसमें भी लेके जाओ उसको. ചേച്ചി എന്തേ? ചേച്ചി അവിടെ പോയി? പോയോ? ഇവിടെ ഗൈസ് എവിടെയോ സിപ്പ് ലൈൻ ഉണ്ട്, അന്വേഷിച്ചാൽ മതി. ഞങ്ങൾ തോന്നെ സമയം അവിടെ നിന്നില്ല, മഴ ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലോട്ട് പോവാണ്. നമ്മളിപ്പോ പോകുന്ന ലൊക്കേഷന്റെ പേര് ജബൽ സംഹാൻ വ്യൂ പോയിന്റ് എന്നാണ്. ഇന്നത്തെ യാത്രയുടെ 6 സ്ഥലങ്ങളിൽ ഇത് 3ാമത്തെ സ്ഥലമാണ്. ബാക്കിയുള്ള 3 സ്ഥലങ്ങൾ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, നമ്മൾ ഉച്ചയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ. ഈ 6 സ്ഥലങ്ങളും തൊട്ടടുത്ത് തന്നെയാണ്, വലിയ ദൂരമൊന്നും ഇല്ല. അപ്പൊ പോകുന്നവർ ഈ ബാക്കിയുള്ള 3 സ്ഥലങ്ങൾ കവർ ചെയ്യാൻ നോക്കും. പ്രത്യേകിച്ച് ഈ 2 കാസിലും ഭയങ്കര യൂണിക്കാണ്. ഞാൻ പിന്നീട് വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കുറ്റബോധം തോന്നിപ്പോയി കാണാത്തില്ല. ആ ഒരു സമയത്ത് നമുക്ക് കാസലിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഒരു വ്യൂ പോയിന്റ് കാണാൻ വന്നത് സൺസെറ്റിന്റെ സമയത്താണ്. അതുകൊണ്ട് തന്നെ വേറൊരു ഭംഗിയായിരുന്നു. ഇവിടെ സലാലയിലുണ്ടല്ലോ, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ കാഴ്ചകളും ഡിഫറെന്റ് ആണ്. നമ്മൾ ഇത്രയും നാൾക്ക് ശേഷം ഇപ്പോഴാണ് ആദ്യമായിട്ട് വെയിൽ കാണുന്നല്ലേ. മൊട്ടത്തലയിൽ വെയിലുള്ളൂ. ഗായ്സ്, ഞങ്ങൾ ഇവിടെ സലാല എത്തിയിട്ട് 5 ദിവസമായി. പക്ഷെ ഇന്നാണ് ഇച്ചിരി വെയിൽ കാണുന്നത്. ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി വന്നേക്കുവാണ്. ഞാൻ താഴെ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ അതിന്റെ പേര് എന്താണെന്ന്. അപ്പോൾ നല്ല വെയിലാണ്. നല്ല വെയിലെന്നൊന്ന്, ചെറിയ വെയിൽ. ഇപ്പോൾ ഒരു 6 മണിയായി.
ഇന്നൊരു ആശ്വാസം. പക്ഷെ ഞങ്ങള് മറ്റന്നാൾ തിരിച്ചു പോകും, അപ്പം ഫുള്ള് വെയിൽ കൊള്ളാനുള്ളതാ. ഓ ദിയാനെ മഞ്ഞിറങ്ങിക്കുന്നുണ്ടാ ചിരിക്കുന്നു. അങ്ങനെ ഗൈസ് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ട് നമ്മൾ യാത്ര തുടങ്ങി. വ്യൂ പോയിന്റ് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്രാമം ഉണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും ഒട്ടകങ്ങളാണ്. നമ്മൾ പതുക്കെ ഡ്രൈവ് ചെയ്താണ് ആ വ്യൂ പോയിന്റിൽ എത്തിയത്. കാരണം ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ള് ഇരുട്ടാവും. ഇനി നമുക്ക് വേറെ പ്ലേസിലും കൂടെ പോകാനുള്ള സമയമില്ല. അപ്പൊ മാക്സിമം ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ച് അവരെന്നെ റോഡിൽ ഇറക്കി വിട്ട് ഗൈസ്. ഞാൻ ഭയങ്കര ശല്യമാണ് അവർക്ക്, അതുകൊണ്ട് അവരെന്നെ റോഡിൽ ഇറക്കി വിട്ട്. കണ്ട നിങ്ങളെ വണ്ടിയിലെ കോലം കണ്ട് നെട്ട് നിങ്ങള്. എനിക്ക് ബാലൻസ് അറിയാം. അതെ, സിമ്മ അറിയാം അല്ലെ, മേഘത്തിൽ കടന്ന് അല്ലെ. ആ. എനിക്ക് ബാലൻസ്. കട്ടുറുമ്പ് ആ അതെന്താണ് കട്ടുറുമ്പ് കട്ടുറുമ്പിനെ കണ്ടിട്ടുണ്ടോ സിയ? ഇവിടത്തെ കട്ടുറുമ്പ് കണ്ടിട്ടില്ല. ആ കട്ടുറുമ്പ് കണ്ടോ അച്ഛാ? കടല് പോലെ നടക്കുന്നു. കണ്ടോ ഗൈസ്, ഇവിടെ നിറച്ചും കട്ടുറുമ്പാണ്. ക്ലൗഡ് അങ്ങ് നിറഞ്ഞു നിക്ക. എന്ത് ഭംഗിയാ നോക്ക ചേച്ചാ കാണാനായിട്ട്. പൊളിയല്ലേ. എനിക്ക് സലാല വിട്ടിട്ട് പോവണ്ട. ഈ സ്ഥലം കാണാൻ മിസ്സായിരുന്നെങ്കിൽ. ഓ നമ്മള് അച്ഛനാ പറഞ്ഞ വ്യൂ പോയിന്റ് ഒന്നും ഇനി കാണണ്ടാന്ന്. പക്ഷെ നമ്മളിപ്പോ എവിടെയാന്നറിയാമോ? ഒന്ന് പിന്നാടി എല്ലാരും സൈലന്റ് ആവും. നമ്മളിപ്പോ എവിടെയാന്നറിയാമോ? സോളാർ സിസ്റ്റം ഇപ്പൊ ഇത് ഭൂമി അവസാനിക്കുന്ന സ്ഥലം പോലെ അല്ലേ അല്ലേച്ചാ? ഇവിടെയാണ് ഭൂമി അവസാനിക്കുന്നത്. ആലോചിച്ചോക്ക്, ഈ മഞ്ഞിന്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അല്ലെ, അതിന്റെ ടോപ്പിൽ നമ്മൾ ഇത് മഞ്ഞല്ല, ഇത് മേഘമാണ്. നമ്മൾ ഇത് ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. നമ്മളിവിടെ ഒരു കടയിൽ കയറിയപ്പോൾ ആള് പറഞ്ഞാണ് ഇവിടെ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്, പോയി കണ്ടിട്ട് പോവാൻ, മേഘങ്ങൾ കാണാൻ പറ്റും മേലിൽ നിന്നെന്ന്. പക്ഷെ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര നഷ്ടമായി പോയേനെ. കാരണം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന്. എനിക്ക് തല ഇറങ്ങുന്നു തിരിഞ്ഞു നോക്കിയപ്പോ. ഇവിടെ 2 ദിവസം മുന്നേ ഒരാള് വീണ് മരിച്ചേട്ടാ. ഫോട്ടോ എടുക്കാനായിട്ട് ഇവിടെ കണ്ട് ഇറങ്ങിയതാണ്. ഇറങ്ങിയപ്പോ കാല് തെറ്റി വീണ് മരിച്ച്. അപ്പൊ വരുന്നവര് സൂക്ഷിച്ച് നിൽക്കാൻ. കണ്ടോ എന്റെ കാല് കണ്ടോ? കാരണം എനിക്ക് ബാലൻസ് ഇല്ല. ചെരുപ്പിട്ട് എല്ലാ സ്ഥലത്തും ഞാൻ വീഴാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് സ്വയം ഊരി വെച്ച് വീഴാതിരിക്കാനായിട്ട് കുട്ടികളായിട്ട് വരുന്നവര് മാറി ഒരാള് വീണ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. കുട്ടികളായിട്ട് വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ ഈ സ്ഥലം കാണുമ്പോ നമ്മളങ്ങ് ശ്രദ്ധ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പൊ കുട്ടികളെ എപ്പോഴും ശ്രദ്ധിക്കാൻ നോക്കുക. ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളത് 6:04-നാണ്. അപ്പൊ ഈ സമയത്ത് വരുവാണെങ്കിൽ നല്ല അടിപൊളി സൺസെറ്റും കാണാൻ പറ്റും. നല്ല ഭംഗിയാണ് സൺസെറ്റ് കാണാനായിട്ട്. അപ്പൊ വരുന്നവര് സലാല വരുന്നവര് ഈ ഒരു സ്ഥലം മിസ് ചെയ്യാതെ കാണുക. ഒരു സ്ഥലം മിസ് ചെയ്യാൻ പറ്റത്തില്ല, അത്ര പൊളിയാണ് സലാല. ഒരാൾ വീണ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തോ കുഞ്ഞ് നടക്കുന്നുണ്ടോ ചേച്ചി? അങ്ങനെ കഴിച്ച് ഈ ഒരു പ്ലേസിനെ കുറിച്ച് ഇനി പ്രത്യേകിച്ചൊന്നും പറയാനില്ലല്ലോ. ഇതാണ് അവിടുത്തെ കാഴ്ചകള്. ഞങ്ങൾ നല്ല ക്ലൗഡുള്ള സമയത്ത് വന്നതുകൊണ്ട് തന്നെ നമുക്ക് ക്ലൗഡിന് താഴെയുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. താഴെ ഫുള്ള് ഡെസേർട്ട് എന്നാണ് അറിഞ്ഞത്. അതുമാത്രമല്ല ഇതൊരു റിസർവ് ഏരിയ ആണ്. ഇവിടെ റെയർ ആയിട്ടുള്ള ആനിമൽ ഉണ്ട്, എസ്പെഷ്യലി അറേബ്യൻ ലെപ്പർഡൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എസ്പെഷ്യലി കുട്ടികളായിട്ട് വരുന്നവർ സൂക്ഷിക്കുക. ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു പ്ലേസ് ആണ്. നല്ല സ്ട്രോങ് വിൻഡ് ഉണ്ടാവും ചില സമയങ്ങളിൽ. അതുമാത്രമല്ല നമ്മൾ ഇവിടെ നിന്ന് തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ക്ലൗഡിന്റെ ഇടയ്ക്കൂടെ പാസ് ചെയ്ത് പോകുന്നതൊക്കെ നമുക്ക് നല്ലോണം ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഗായ്സ് നമുക്ക് ഇനി 2 ദിവസം കൂടെ സലാലയിൽ ബാക്കിയുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിലുള്ള ഡ്രസ്സ് എല്ലാം കഴിഞ്ഞ് കേട്ടോ. ഒരു ദിവസം 2 ഡ്രസ്സ് വെച്ചാണ് യൂസ് ചെയ്യുന്നത്, മഴയൊക്കെ കാരണം. അങ്ങനെ നമ്മൾ വിചാരിച്ച റൂമിൽ ചെന്ന് ചെറുതായിട്ട് ഫ്രഷ് ആയിട്ട് തൊട്ടടുത്തുള്ള മോളിൽ പോയി ഫുഡും കഴിച്ച് ലുലുവിലോ നെസ്റ്റോയിലോ പോയി ഡ്രസ്സൊക്കെ മേടിക്കാന്ന്. മുഖം മൊത്തം കണ്ടോ ഗൈസ്? കൊതു അടിച്ചു വെച്ച് എന്റെ കാല് മൊത്തം ഉണ്ട്, ചട്ടി മൊത്തം ഉണ്ട്. ഫുള്ള് കൊതു അറ്റാക്ക് ചെയ്ത് ചെയ്യാതെ അല്ലേ?
ഈ ഒരു മോൾ ഉണ്ടല്ലോ നമ്മുടെ റൂമിന്റെ തൊട്ടടുത്താണ് വരുന്നത്. റൂമിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡേ ടു സലാല വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വ്ളോഗിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മോളിൽ തന്നെ ഞങ്ങൾ വരാൻ കാരണം ഉണ്ടല്ലോ, ഇതിന്റെ തൊട്ടടുത്ത് ചൈന മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്ന് എന്തെങ്കിലും ഒമാന്റെ ഓർമ്മയ്ക്കായി മേടിക്കണമെന്ന ഉദ്ദേശത്തോടാണ് വന്നത്. അത് മാത്രമല്ല നമുക്ക് അവിടെ ഡ്രസ്സൊക്കെ കിട്ടുമെന്ന് നോക്കണം. ഇതിന്റെ തൊട്ടടുത്ത് തന്നെ ലുലു നെസ്റ്റോ ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെയും കയറി നോക്കി ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് റൂമിൽ ചെന്ന് നാളത്തെ യാത്രകൾ തുടങ്ങാം. അപ്പൊ ഗായ്സ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നാളെ അടിപൊളി വ്ളോഗിൽ ഇതേ സമയത്ത് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.